വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. എൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രങ്ങളെ, നിങ്ങളെപ്പോലത്തെ കുട്ടികളെ കാണുമ്പോൾ അങ്ങനെ അഭിസംബോധന ചെയ്യാനാണ് എനിക്ക് തോന്നാറ്. കാരണം മറ്റൊന്നുമല്ല, നക്ഷത്രങ്ങളെപ്പോലെ ചിലപ്പോഴൊക്കെ അതിനേക്കാളേറെ ശോഭയുള്ള തിളക്കമുള്ള കണ്ണുകളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമുക്ക് ഓരോരുത്തർക്കും. സൂര്യനും ഒരു നക്ഷത്രമാണല്ലോ. സൂര്യൻ ജ്വലിക്കുന്ന, സൂര്യൻ ചുരത്തുന്ന, സൂര്യൻ ജ്വലിപ്പിക്കുന്ന ആ പ്രഭയുണ്ടല്ലോ, ആ പ്രകാശമുണ്ടല്ലോ, ആ വെട്ടമുണ്ടല്ലോ, അത് ലോകത്തിന്, അല്ലേ, ഈ പ്രപഞ്ചത്തിനാകമാനം വെളിച്ചം കൊടുക്കാൻ ഒരു സൂര്യന് സാധിക്കുമെങ്കിൽ, സൂര്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സൂര്യൻ ഒരു ദിനം കൊണ്ടോ 2 ദിനം കൊണ്ടോ ദശാബ്ദങ്ങളെ കൊണ്ടോ നിർത്തുകയല്ല. ആ ഉദ്യമം, ആ പ്രവർത്തനം, ആ ജോലി ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ സൂര്യന്മാരാവാൻ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകളോടുകൂടെ ജന്മമെടുത്ത നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഈ പുതുവർഷ, ഈ അധ്യയന വർഷത്തിൻ്റെ പുതുപുലരിയിൽ, പൊൻപുലരിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ടാവാം, പ്രതിബന്ധങ്ങളുണ്ടായേക്കാം, ജീവിതത്തിൽ കഷ്ടതകളുണ്ടായേക്കാം, സങ്കടങ്ങളുണ്ടായേക്കാം, വ്യസനങ്ങളുണ്ടായേക്കാം. അടിപതറാതെ നമുക്കൊരുമയായി മാനവരാശിക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് നിങ്ങളോട് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. യാത്രാ സംഘം, കച്ചവട സംഘം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയരികിൽ കൂടിക്കിടക്കുന്ന കല്ലിൻ്റെ കൂട്ടങ്ങളിൽ നിന്ന് ശില്പിക്ക് ഏറ്റവും പാകമായ കല്ലുകൾ ഓരോന്നോരോന്നായി ശില്പി തിരയാൻ തുടങ്ങി. ചില കല്ലുകളെ എടുത്തു, ചില കല്ലുകൾ തട്ടി നോക്കിയപ്പോഴേ പൊടിഞ്ഞു പോയി, ചിലത് പൊട്ടിപ്പോയി. കുറേ അധികം കല്ലുകളെ തിരഞ്ഞു നോക്കി, അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ കല്ലിനെ എടുത്തു. ഒരുപാട് കല്ലുകളെ അദ്ദേഹം തട്ടി ഒഴിവാക്കേണ്ടി വന്നു. പല കല്ലുകളും പൊട്ടിപ്പോയതുകൊണ്ട്, തനിക്ക് തൻ്റെ ശില്പമുണ്ടാക്കാൻ പാകമല്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഒരുപാട് കല്ലുകളെ അദ്ദേഹം മാറ്റിവെക്കുകയായിരുന്നു. അവസാനം ഒരു കല്ലിനെ എടുത്തു, ഏറ്റവും മനോഹരമായ ഒരു ശില്പത്തെ ഉണ്ടാക്കി അദ്ദേഹം ആ കൽക്കൂമ്പാരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ച് നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നുപോയി അദ്ദേഹം വീണ്ടും കച്ചവട സംഘങ്ങളും യാത്രാ സംഘങ്ങളും അതുവഴി കടന്നു വന്നു. അതുവഴി കടന്നു വന്ന സമയത്ത് അവർ കണ്ടു ഏറ്റവും മനോഹരമായ ഒരു ഈശ്വരൻ്റെ പ്രതിമയെ കല്ലിൻ്റെ കൂമ്പാരത്തിൻ്റെ മുകളിൽ, കൽക്കൂട്ടങ്ങളുടെ മുകളിൽ പ്രതിമ കിടക്കുന്നതായി കണ്ടു. ആ സമയത്ത് വിശ്വാസികളായ മനുഷ്യർ ചിന്തിച്ചു, ഈശ്വരൻ്റെ പ്രതിമയാണല്ലോ ഈ കാണുന്നത്, ഇതിങ്ങനെ അലക്ഷ്യമായി ഇടുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അവർ, കച്ചവട സംഘങ്ങൾ, അവർ കുറച്ച് ദിവസം അവിടെ തമ്പടിച്ചുകൊണ്ട് കൽപ്പടവുകൾ ഉണ്ടാക്കി, ബാക്കിയുള്ള കല്ലുകളെല്ലാം എടുത്ത് പടവുകൾ ഉണ്ടാക്കി, സ്റ്റെപ്പുകൾ ഉണ്ടാക്കി, ഈശ്വരന് ഒരു നല്ല തറയൊക്കെ സ്ഥാപിച്ച് അവരവിടുന്ന് യാത്ര പോവുകയാണ്. തൊട്ടടുത്ത സംഘം വീണ്ടും വരുന്നു, അല്ലേ. ധാരാളം കച്ചവട സംഘങ്ങൾ മാറി മാറി സഞ്ചരിക്കുന്ന ഒരു വഴിയിൽ വീണ്ടും കച്ചവട സംഘങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവരിൽ വിശ്വാസികളായ ആളുകളൊക്കെ ആ കല്ലിനെ നോക്കിയിട്ട് അവർ വണങ്ങുന്നുണ്ട്, അവർ ആരാധിക്കുന്നുണ്ട്. അവരുടെ കൈകളിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ, കാണിക്കകൾ ഈ ഈശ്വരൻ്റെ മുന്നിൽ അർപ്പിക്കുകയാണ് വിശ്വാസികൾ, അല്ലേ. ചന്ദനത്തിരിയും മൈസൂർ പഴവും, അല്ലേ, പൂക്കളും, അല്ലേ, ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഈ ഈശ്വരൻ്റെ മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് ഇവർ കടന്നു പോകുന്നത്, വിശ്വാസികൾ കടന്നു പോകുന്നത്. ഇത് ദൈനംദിനം തുടർന്നു വന്നു. ആളുകൾ കൂടുതലായി ഈ ഈശ്വരൻ്റെ പ്രതിമയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് സ്ഥിര സംഭവമായപ്പോൾ മറ്റുള്ള കല്ലുകൾ കൽപ്പടവുകളായി, കൽത്തറകളായി രൂപാന്തരപ്പെട്ട കല്ലുകൾ പറയാൻ തുടങ്ങി, ഈയിടെയായിട്ട് ഇത് വല്ലാത്തൊരു സംഭവമാണല്ലോ, ഒരുപാട് ആളുകൾ ഞങ്ങളുടെയൊക്കെ മേലിൽ ചവിട്ടിക്കയറി, അല്ലേ, ഞങ്ങൾക്ക് വേദനിക്കുന്നുണ്ട്, അല്ലേ, പലപ്പോഴും ഞങ്ങൾ പാതാളത്തിലേക്ക് താഴ്ന്നു പോകുമോ എന്ന് പോലും ഭയപ്പെടുന്നുണ്ട്, ഒരുപാട് ആൾക്കൂട്ടങ്ങൾ വന്ന് ഞങ്ങളുടെ മേലിൽ കയറി നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അവർ തമ്മിൽ ഒരു യൂണിയൻ ആയിക്കൊണ്ട്, ഒരു ടീമായിക്കൊണ്ട് ഈ ഈശ്വരൻ്റെ പ്രതിമയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്,
നീ ഞങ്ങളോടൊപ്പം വർഷങ്ങളോളം കൂടെയുണ്ടായിരുന്ന ഒരാളല്ലേ. ഇന്ന് ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്താനുള്ള സാഹചര്യം എന്താണ്? നീ പണി ഇവിടെ അവസാനിപ്പിക്കണം. കാരണം ഞങ്ങൾക്ക് താങ്ങാൻ വയ്യ. ഞങ്ങളുടെ മേലിൽ ചവിട്ടി കയറിയാണ്, ഞങ്ങളെ ചവിട്ടി മതിച്ചാണ് പലരും നിൻ്റെ അടുത്ത് വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പം ഇവരുടെ പരാതികളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം ഈ പ്രതിമയായ പഴയ കാലത്തെ കൂട്ടുകാരുടെ കൂടെ നിന്ന ആ ശില പറയുകയുണ്ടായി, ഞാനും നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു ദിവസം എൻ്റെ അടുത്തും ഒരു ശില്പി വന്ന് എന്നെ തട്ടി നോക്കി, മുട്ടി നോക്കി, അല്ലേ, എന്നെ കൊത്തി നോക്കി. എന്നിൽ നിന്ന് ഒരുപാട് ഭാഗങ്ങൾ ശില്പിക്ക് ആവശ്യമില്ലെന്ന് തോന്നിയ എന്നിലെ ഭാഗങ്ങളെല്ലാം ശില്പി ഉളികൊണ്ട് ചെത്തി ഒഴിവാക്കി കളഞ്ഞു. അങ്ങനെ ഒഴിവാക്കിയ സമയത്താണ് ഞാൻ ഏറ്റവും മനോഹരമായ ഒരു ഈശ്വരൻ്റെ രൂപമായി ശിലയിൽ നിന്ന് രൂപാന്തരപ്പെട്ടത്. ആ സമയത്ത് നിങ്ങളിൽ പലരും വേദനിച്ച സമയത്ത് നിങ്ങളിൽ പലരും പൊട്ടിപ്പോയി, ചീന്തിപ്പോയി, പൊടിഞ്ഞു പോയി. ചിലരൊക്കെ മസിൽ പിടിച്ച് നിന്നിട്ട് എന്നെ ഒന്നും തൊടാൻ കഴിയില്ല, എൻ്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല, എന്നെ കൊത്താൻ സമ്മതിക്കില്ല, എന്നെ ചെത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് പലരും മസിൽ പിടിച്ച് നിന്നപ്പം അവിടെ നിന്നൊക്കെ ഞാൻ എൻ്റെ വേദനകളെ കടിച്ചമർത്തി നല്ലൊരു ഭാവിക്ക് വേണ്ടി ആ പ്രയാസങ്ങളെ, ആ പ്രതിബന്ധങ്ങളെ, ആ പ്രശ്നങ്ങളെ ഞാൻ കടിച്ചമർത്തി ഞാൻ സഹിച്ചുകൊണ്ട് നിന്നതുകൊണ്ടാണ്, ഞാൻ സഹിച്ചുകൊണ്ട് അതിജീവിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഏറ്റവും മനോഹരമായ ഔന്നത്യത്തിലേക്ക്, ഏറ്റവും ഉയരത്തിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചതും ഈ മാനവരാശി ഒന്നടങ്കം എന്നെ വണങ്ങുന്നതും എന്നെ ഈശ്വരനായി കാണുന്നതും എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഇത് വെറും കഥയല്ല, ഇതിലൊരുപാട് ഗുണപാഠങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും, അല്ലേ. നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടായാലും, എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, എത്രമാത്രം നമ്മൾ ത്യാഗം സഹിക്കേണ്ടി വന്നാലും, നന്മയുടെ പാതയിൽ നിൽക്കുമ്പോൾ, പഠന വഴിയിൽ സഞ്ചരിക്കുമ്പം നമുക്ക് കോവിഡ് വന്നേക്കാം, അല്ലേ, കൊറോണ വന്നേക്കാം, മഹാമാരികൾ വന്നേക്കാം, അല്ലേ, ടൗട്ടെ ചുഴലിക്കാറ്റ് വന്നേക്കാം, അല്ലേ, യാസ് വന്നേക്കാം. ഇങ്ങനെ പലതും നമുക്ക് പല രൂപത്തിൽ കടന്നു വരുമ്പോഴും നമ്മൾ അടിപതറാതെ നമ്മൾ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് പോകാൻ, അല്ലേ, ഈശ്വരൻ്റെ കൽപ്രതിമയായി കല്ലിൻ്റെ ശിലയായിരുന്ന ആ കല്ല് ഈശ്വരനായി മാറിയെങ്കിൽ നമ്മളിലുമുണ്ട് ഈശ്വരൻ. ഇവിടെ ശിലയും നമ്മൾ തന്നെ, ശില്പിയും നമ്മൾ തന്നെ, അല്ലേ. നമ്മിലുള്ള വേണ്ടാത്തരങ്ങളെ, നമ്മിലുള്ള ആവശ്യമില്ലാത്തതിനെ നമ്മൾ തന്നെ ചെത്തിയെടുത്ത് നമ്മൾ തന്നെ കൊത്തി മാറ്റി അങ്ങനെ ഈശ്വരനായി രൂപാന്തരപ്പെടേണ്ടതുണ്ട്. ആ പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന, അത്തരത്തിലുള്ള പ്രോസസ്സ് നടക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് നമ്മുടെ ടീച്ചേഴ്സും, നമ്മുടെ അധ്യാപകരും, നമ്മുടെ രക്ഷിതാക്കളും, നമ്മുടെ ഗുരുക്കന്മാരുമൊക്കെ. അതുകൊണ്ട് ഈ അധ്യയന വർഷാരംഭത്തിൽ എൻ്റെ മക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങണമെങ്കിൽ, അല്ലേ, APJ പറഞ്ഞിട്ടുണ്ട്, സൂര്യനെപ്പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെപ്പോലെ ജ്വലിക്കണം, അല്ലേ. സൂര്യനുള്ളിൽ നല്ല ഒരു പ്രോസസ്സ്, അല്ലേ, നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രോസസ്സിൻ്റെ ഭാഗമായാണ് അത്തരത്തിലുള്ള ഒരു ജ്വലനം സൂര്യന് പോലും സാധ്യമാകുന്നതെങ്കിൽ അതിതീഷ്ണമായ രൂപത്തിൽ അതിനുള്ളിൽ കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ്റെ അകത്തളം. ഇതുപോലെ നമ്മുടെ അകത്തളങ്ങളിൽ കത്താനുള്ള ഒരു വഴിമരുന്നായി നമുക്ക് നമ്മുടെ കലാലയങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നന്മയിലേക്ക് വഴിവെട്ടുന്ന ഏറ്റവും നല്ല കേന്ദ്രങ്ങളായി നമ്മുടെ സ്കൂളുകൾ രൂപാന്തരപ്പെടേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ ഈ പ്രവേശനോത്സവത്തോടുകൂടെ ഈ അധ്യയന വർഷത്തിൽ, പുതിയ അധ്യയന വർഷത്തിൽ അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ വട്ടോളി സംസ്കൃത് ഹൈസ്കൂളിലെ നിങ്ങളുടെ സ്വന്തം രാഗില ടീച്ചറുടെ 8C ക്ലാസ്സിൻ്റെ 2021-22 അധ്യയന വർഷത്തിൻ്റെ പ്രവേശനോത്സവം നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതത്തോടുകൂടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഈ അധ്യയന വർഷത്തിലും തുടർന്ന് ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.